സോ ഹലോ ഗായ്സ്, നമ്മളന്ന് പുതിയ സംഭവമായിട്ട് വന്നിരിക്കുകയാണ് മൈൻക്രാഫ്റ്റ്. എല്ലാവരും തുടങ്ങുള്ളൂ. അപ്പം ഞാനും തുടങ്ങാൻ വിചാരിച്ചു. അപ്പം നമ്മളെ മൈൻക്രാഫ്റ്റ് സീരീസ് എപ്പിസോഡ് 1 എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, എന്തെങ്കിലും പൊട്ടത്തരം എൻ്റെ വക ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. ഞാൻ ഈ കുന്ത്രന്തം ആദ്യമായിട്ടാണ്. ഓക്കെ, അപ്പം നമ്മളിതാ തുടങ്ങിയിരിക്കുന്നു. എൻ്റെ ഈശ്വര, ഇത് കണ്ടെത്തില്ല. ഹായ് ഹായ്, ആരിത്? മിറ്റുവോ? അവിടെ നിൽക്കണം, അവിടെ നിൽക്കട, ഓടന്റെ മുട്ട. എൻ്റെ ഈശ്വര, ചത്ത് സമാധാനം. എൻ്റെ പടച്ചോനെ, ഇനി എന്തല്ല ചെയ്യേണ്ടത്? ഞാൻ കേട്ടിക്കുന്നു പറ്റി 3 ഇമാതിരി സാധനത്തിനെ പിടിച്ചാൽ നമ്മൾ കത്തിലുണ്ടാക്കാണ്. കത്തിലയ്യോ അത് വീണോയാ? പോട്ടെ, കത്തിലുണ്ടാക്കി നമുക്ക് കടന്നുറങ്ങണം. രസല്ലതൊക്കെ. ഈശ്വര, ഇത് എപ്പോഴാ ചാവ്? ഇത് ചൗ ചൗ അത്. അയ്യോ, ഇതറിയാതെ വീണോയതാ. ഞാൻ കൈമന്ന് വീണൊക്കെ പോവും. എനിക്കറിയാൻ പാടില്ല കേട്ടോ, ഞാൻ ആദ്യമായിട്ടാണ്. എന്തേ ആവട്ടെ, നമ്മളെപ്പോൾ തുടങ്ങുന്നു ഗായ്സിന്. അതിൻ്റെ എന്ത് പറയാതുള്ള സാധനത്തിന് ചെമ്പരിയാട് എന്തോ നല്ലായിരുന്ന. നമുക്ക് എന്തായാലും മരം മുറിച്ചു തുടങ്ങാം. മരം മുറിക്കാൻ നമ്മൾ കുറേ കിട്ടുന്നത്. ആദ്യം നമ്മൾ മരം മുറിക്കാനുണ്ടെന്ന്. അവിടെ നമുക്ക് മരം മുറിക്കാം. അതെങ്ങനെ മുറിച്ച് പോകുമ്പോൾ എന്ത് സുഖാല്ലേ. ഹായ്, നല്ല രസമുണ്ട് ഈ മരം മുറിക്കുന്നത് കാണാനായിട്ട്. ഇടയ്ക്കും ഇങ്ങനെ മരമൊക്കെ മുറിക്കണം. പക്ഷേ മരം മുറിക്കുന്നത് തെറ്റാണ്, എന്നാലും സാരമില്ല. മൈൻക്രാഫ്റ്റിൽ എന്ത് മരം? ഇവിടെ ഒരു ചെമ്പരിയാടിനൂടി കിട്ടണമായിരുന്നല്ല. ഹലോ ഹലോ, ചെമ്പരിയാടുണ്ടോ? ചെമ്പരിയാട്. ഹേയ് ഷീപ്പ്, വേർ ആർ യു? ആഹാ, ഒന്നല്ല. കൊല്ലോനെ എന്തിട്ട് ചാവാത്തത്? എന്തിട്ട് ചാവാത്തേ? എടേ, ഒന്ന് ചാവടേ. ഗുഡ്. ഈശ്വര, ഇനി എങ്ങോട്ട് എന്നാലും നമുക്കറിയില്ല. എന്നാലും നമുക്ക് പോവാം. അല്ലോ, എന്താണിത്? ഇവിടേക്ക് നമ്മളെ മൈൻ ചെയ്യാൻ പോവട്ടാ. സോ വെയിറ്റ്. എന്തായാലും ആവട്ടെ. ഈ പന്നിക്കുട്ടി വേണ്ട, വിട്ടേക്ക്. ഞാൻ അത്ര ക്രൂരനല്ല. എത്തിക്സ് ഉള്ള ആളരാ. അല്ല, അന്നേരം എത്തിക്സ് ഉള്ള ക്രൂരരാ. ഈ മരം മുറിച്ചിട്ട് ഇപ്പൊ എന്താക്കണം? ഞാൻ കുറെ യൂട്യൂബൊക്കെ നോക്കിയായിരുന്നു. ക്രാഫ്റ്റിംഗ് ടേബിളാ അങ്ങനെയെല്ലാം ഉണ്ടാക്കണം. ഏത് കാലം. പിന്നെ ഒരു ഇത് വെച്ചാൽ വില്ലേജ് കിട്ടിയാൽ നമുക്ക് സുഖം. വില്ലേജ് കിട്ടിയാൽ ഓരെ മുടിപ്പിച്ച് എന്താ പറയാ, എന്തോ പിഴിഞ്ഞെടുത്ത് നമുക്ക് ജീവിക്കാം. നമ്മൾ വലിയൊരു വീടൊക്കെ കെട്ടി, എന്ത് സുഖായിരിക്കേ. വീട് മറ്റേ കാറൊക്കെ കിട്ടും. ഇതിൻ്റെ അകത്ത് എനിക്കറിയാം. വീട്, റൂം. ആരുടെ ആളെ നിൽക്ക്. ഇനി എന്തായാലും ചത്തിട്ട് പോയാൽ ചവിടെ ഓടുന്ന എൻ്റെ മുമ്പ് ഓടാതെ എനിക്ക് ധൈര്യം ഉണ്ടോടോ? ധൈര്യം. ഓടണം. ഓടിച്ച് ഞാൻ അടിക്കും, ഉറപ്പാത്. അതായത് സമാധാനം. സത്യം പറയല്ലോ ഗൈസ്, എനിക്കിതിൽ എന്ത് ചെയ്യണമെന്നൊരു ഐഡിയ ഇല്ല. പിന്നെ എന്താ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. അത് ഞാൻ ഏടോ ഒരു സ്ഥലം നമുക്ക് നോക്കട്ടെ. വീട് വെക്കാൻ പറ്റിയൊരു സ്ഥലം അല്ലേ? വീടിൽ ജസ്റ്റ് ഒരു സാധനമാക്കാം. ക്രാഫ്റ്റിംഗ് ടേബിൾ, കമോൺ. ഇതിപ്പോൾ എന്തല്ല ചെയ്യേണ്ടത്? മരം ഉണ്ടാക്കണം. മരമുണ്ടാക്കുക. ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കുക. ക്രാഫ്റ്റിംഗ് ടേബിൾ. ക്രാഫ്റ്റിംഗ് ടേബിൾ. ഓക്കെ, നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കുന്നു. എവിടെയെങ്കിലുമൊക്കെ വെക്കുന്നു. വെച്ചു. ഇനി നമ്മൾ കുറച്ച് അലറച്ചിലറ സാധനങ്ങൾ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. നമുക്ക് ആദ്യം അതിന് വടി വേണം. സ്റ്റിക്ക് അവിടെ. ഈശ്വര, സ്റ്റിക്ക് ഞാൻ തിരഞ്ഞതിന് ഏടുന്ന ട്രൈ ചെയ്യാൻ സാധനം പൊട്ടും. സ്റ്റിക്കിന് ഏടുന്നത് അറിയണോ? ഈശ്വര, സ്റ്റിക്ക് ഇതാ എവിടെ ഉണ്ടാക്കുക? ഒരു സ്റ്റിക്കുള്ളൂ. ഇതാ സാധനം പറയുന്നത്. ഒരു സ്റ്റിക്ക് അവിടെ. സ്റ്റിക്ക് കിട്ടി. നമ്മൾ സ്റ്റിക്ക് ഉണ്ടാക്കുന്നു. ആൻഡ് നമ്മൾ തിരിച്ചു പോകുന്നു. എന്നിട്ട് നമ്മൾ ഈ സാധനം ഉണ്ടാക്കുന്ന ഈ വെയിൽ കിട്ടുന്ന സാധനം അത് നമ്മൾ കുറേ ഉണ്ടാക്കിയിട്ട് തൽക്കാലത്തേക്ക് ഒരു വെയിൽ കിട്ടിയാണ് നമ്മൾ ജീവിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് അതിൻ്റെ പണി തുടങ്ങിയാലോ? ഇതിന് ഗേറ്റ് വേണം. അതിൻ്റെ പണി തുടങ്ങാം. ഓക്കെ, എവിടെ നല്ലൊരു സ്ഥലം? കന്നിമൂല എവിടെ? കന്നിമൂല കുത്തിക്കോ. അയ്യോ, അത് വേണ്ടായിരുന്നു. ഓക്കെ, എനിവേ
എന്തായാലും ഇടയിലൊക്കെ ഒരു കുത്ത് തന്നി മൂല കുത്തരുത് എന്നാ അല്ലേ? അതുകൊണ്ട് കുത്തിരാ. നമുക്ക് എന്തായാലും വേലിക്കെട്ടിന്റെ പണി നോക്കാം. ഇവിടെ കുത്തിയാലോ? ഇവിടെ കുത്താം, എന്നാ കുത്തിയേക്കാം. ഓക്കെ, ഇത് കുത്തുന്നൊന്നും ശരിയാവുന്നില്ലല്ലോ. പൊളിച്ചു മാറ്റിയാലോ? വേണോ? പൊളിച്ചു മാറ്റി. അയ്യോ ശരിയായില്ല. മാറ്റി പൊളിക്കി പൊളിക്കോ. എടാ ഇതെന്താണ്? പോര് ഉണ്ടാക്കി. ആ ഉണ്ടാക്കുന്നു നമ്മുടെ വേലി ഉണ്ടാക്കുന്നു. നമ്മുടെ വേലി ഇവിടെ കുറച്ചൊരു സ്ഥലം വേണ്ടേ? പൊട്ടിക്ക്. കുറച്ചും കൂടി സ്ഥലം ഉണ്ടായാലും നമുക്കൊന്നും എന്ത് തിരിയാനുള്ള സ്ഥലം ഉണ്ടാവുള്ളൂ കേട്ടാ. അപ്പം നമുക്ക് വേഗത്തിലെന്തിത്ര ഞാൻ അതിനാക്കുന്നത് ഗേറ്റിലേക്ക്. എടാ ഇതിന്റെ എക്കുമ്പത്തെ എനിക്ക് പിടികിട്ടിയില്ലട്ടാ. എനക്കിത് അറിയാൻ പാടില്ല. എന്നാലും സാരല്ല, നമുക്ക് തുടങ്ങിയില്ലേ. നമ്മൾ ഇനി ഇങ്ങോട്ട് പ്രോ ആവും, സെറ്റാവും. അമ്മ ഉച്ചയായി. ആയി നമുക്ക് കുറച്ച് എന്താ പറയുക സ്റ്റോൺ, നമ്മളെ കുറച്ച് കല്ല് വേണം. എന്നിട്ട് നമ്മൾ മറ്റേ എന്താ പറയുക സ്വാഡൊക്കെ ഉണ്ടാക്കി സോംബീസിനെ ടിഷ്കൂന്ന് പറഞ്ഞു കൊല്ലും. ഓക്കെ, അപ്പൊ നമ്മൾ അതിന് വേണ്ടി ഇങ്ങനെ പോവുകയാണ്. നമ്മൾ നേരത്തെ കണ്ടല്ലേ അതിലേക്ക് ദേ നമുക്ക് എന്താണ് അതിന് വേണ്ടത്? അതിന് മറ്റേ പിക്കാക്സ് എന്തോ വേണ്ടേ? മറ്റേ സ്റ്റോണ് കുഴിക്കാൻ വേണ്ടിയിട്ട്, കുഴിക്കാനുള്ള മീൻ കൊത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതിന് നമുക്ക് കല്ല് വേണം. ഇതിപ്പോ ഒന്ന് പൊളിച്ചേക്കാം അല്ലേ? നമുക്ക് പൊളിച്ചിട്ട് കുറച്ച് ഗേറ്റ് ഒന്ന് അപ്പുറത്തേക്ക് നീക്കണം. അതുപോലെ കുറച്ചൊന്ന് വലുതാക്കുകയും ചെയ്യണം. കാരണം ഇത്ര പോരാ, കുറച്ചുകൂടി വേണം. എന്തായാലും നമുക്ക് പിക്കാക്സ് ഒക്കെ എടുത്തിട്ട് മൈൻ ചെയ്യാൻ പോവാം. നമ്മൾ KGF, നമ്മൾ യാഷാവാൻ പോകുന്നു ഗൈസ്. നമ്മൾ റോക്കി ബൈ ആവാൻ പോകുന്നു ഗൈസ്. നമുക്കതിന് പിക്കാക്സിന് നമുക്ക് എന്താ വേണ്ടത്? സ്റ്റിക്ക്. ഈ പണ്ടാര സ്റ്റിക്ക് ഒരു കാലത്തുണ്ട് നമ്മളുണ്ടാവില്ല. നേരത്തെ ഇത് തന്നെയല്ലേ ഞാൻ വണ്ടീന്. എന്തൊരു സ്ഥലേ. ആ സ്റ്റിക്കർ കഴിഞ്ഞ് മരം മുറിക്കാൻ പോകുന്നു. ഈശ്വര, ഇരുന്നൊന്നും എനക്ക് റെഡി ആവൂല കേട്ടാ. ഇത് എന്ത് പൊന്തരവിടെയാ ഇത്? ഇത് കുളിക്കുമ്പോഴേക്കോ ഇനി ഇങ്ങനത്തെ വേറെ എന്തെങ്കിലും ഗെയിം ആണെങ്കിൽ കമന്റ് കിട്ടാ. ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് കമല കളിച്ചാരാന്ന്. ഈശ്വര, കമല കളിച്ചാൽ എന്റെ ഊപ്പാട് വരുന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. എനിക്ക് ചെറിയ പ്രായത്തിനെ കണ്ടാൽ തന്നെ എനിക്ക് പേടി വരും. ഞാൻ അയ്യോ എന്തേ ആവട്ടെ. ഞാൻ ഗ്രാനി കളിക്കാൻ നോക്കി, പക്ഷെ ഗ്രാനി എനിക്ക് വലിയ അങ്ങോട്ട് താല്പര്യമില്ല. ഗ്രാനി ഒരു സുഖമില്ല കേട്ടാ. ഗ്രാനി അത്രക്കില്ല, എന്നെ എപ്പോഴും പിടിക്കും. മറ്റേ ഇതും കൊണ്ട് തലക്കിട്ട് അച്ചട്ടിയാ. കുത്തിരാ സാറില്ല, കുറച്ചതിന് എടുത്തോളാം. ഇപ്പൊ ഞാൻ വെറുതെ വിട്ടെഴുതുന്നു. എല്ലാത്തിനെയും കൊല്ലണം, എല്ലാം കൊന്നു. ഞാനൊരു ക്രൂരനാണ് ക്രൂരനാ. നമ്മൾ ബാക്ക് ടു പിക്കാക്സ് ഉണ്ടാക്കണം. അയ്യാ, നീ ഇതുണ്ടാക്കാൻ പറ്റിയായിരിക്കും. കുറേ നേരം ഞാനൊരു പിക്കാക്സിന് വേണ്ടി കളിക്കുന്നു. നീ ഇത് മരമാക്കി, ഇത് സ്റ്റിക്കാക്കിയത് കൈ സ്റ്റിക്ക് എന്നാടി എപ്പോഴും പറഞ്ഞു. ഈശ്വര, സോഡുണ്ടാക്ക്. നമുക്ക് സ്റ്റിക്ക് വേണം. സ്റ്റിക്കിനെ കാണുന്നില്ല. സ്റ്റിക്കിനെ കിട്ടി. വടിയുണ്ടാക്കൂ. ഹൈ പിക്കാക്സ് കിട്ടി ഗൈസിന്. നമ്മൾ പോവാണ്. സോഡ് റെഡിയാക്കാം. അവിടെ വല്ല സോംബി എത്തുണ്ടെങ്കിലോ മൈൻ ചെയ്യാൻ പോരല്ലേ. നമ്മൾ KGF, നമ്മൾ റോക്കി ബായ് മെഹബൂബ, മേ തെരി മെഹബൂബ മേ തെരി മെഹബൂബ. ഈ രാത്രിയായില്ലേ? ഇനി ഈശ്വര, രാത്രി കിടന്നുറങ്ങ്. ഞാൻ വെറുതെ കട്ടിലുണ്ടാക്കിയതായിരുന്നു. അപ്പോഴേ രാത്രി. ഇനി എന്താ നമുക്ക് എന്തായാലും ഇതൊന്ന് മറച്ചേക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് നമ്മളെ കടിക്കാം. ഈശ്വര, അത് മറക്കാൻ മാത്രം ഇത് ഉണ്ടാവോ? അയ്യോ, വേഗാക്ക്. ഇപ്പൊ വരും സോംബിന്റെ കുട്ടികളൊക്കെ ഉണ്ടാവും. അയ്യോ, വേഗാക്ക് മങ്ങാനാവോ? ഈശ്വര, ഇതെന്താവാത്ത ഒന്ന് വേഗാക്ക്. മരമേ ഒന്ന് വേഗമാക്ക്. ഒന്ന് വേഗാക്ക് മരമേ. എന്താ അത്? അയ്യോ, സാധനം കഴിഞ്ഞ്. അയ്യോ, ഇത്രയും ഓപ്പണാ. എന്താക്കൂ? ഈശ്വര, ഇത് മോളെ മക്കളെ നല്ല വൃത്തിക്ക് മൂഞ്ചാനുള്ളതാ. നമ്മളെ ഫസ്റ്റ് രാത്രി ഉറങ്ങ്. ഈശ്വര, വരുമ്പരല്ലേ.
ദേവി നാരായണ അമ്മേ നാരായണ ഓം നമ ശിവായ നമ ശിവായ ഓഹോ ഹോ 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 അല്ലാഹു അക്ബർ ഈശ്വരാ വലൈക്കും സ്ലാം ഈശോയെ കത്തോളണേ ഉറങ്ങു ഉറങ്ങ ഹായ് ആരുടെ അവിടെ ബാ 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 വാ വാ ആരവിടെ സോംബിയോ ആരാണ് വാ 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 അത്രക്ക് ധൈര്യൻ്റെ മുന്നിൽ വാ മുന്നിൽ അത്രക്ക് ധൈര്യൻ്റെ മുന്നിൽ വാ മുന്നിൽ ഫേസ് ടു ഫേസ് ബാ 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 എന്തായാലും എന്നെ നേരിടാനുണ്ട് ആർക്കും ഇവരാരും ഉണ്ടായില്ല ഇതുവരെ ആരും ഉണ്ടായിട്ടില്ല എന്നെ നേരിടാനായിട്ട് എല്ലാവർക്കും പേടിയാ എന്ത് ചെയ്യാനാ ഇതൊക്കെ നയം പൊളിച്ചു മാറ്റാം നമ്മളിനി കല്ല് വെളുക്കാൻ പോകുന്നു ഗൈസ് എത്ര എന്താല്ലേ ചെറുപ്പത്തിൽ പോലും കല്ല് ഞാൻ പൊറുക്കില്ല എന്നിട്ടാണ് ഇപ്പൊ കല്ല് വെളുക്കാൻ പോകുന്നത് എനിക്കതൊക്കെ അറിയിക്കുമ്പോ സങ്കടമുണ്ട് എന്നാൽ സാറേ നമ്മൾ റോക്കി ബൈയാവും കുറച്ച് നമ്മൾ അയൺ എടുക്കും ഡയമണ്ട് എടുക്കും ഗോൾഡ് എടുക്കും ശരിക്കും ഗോൾഡ് എടുക്കാൻ അയൺ വേണം അയൺ എടുക്കാൻ സ്റ്റോൺ വേണം ഇതെന്താ ഡയമണ്ട് എടുക്കാൻ ഈ ഗോൾഡ് വേണം അങ്ങനല്ലേ അങ്ങനെയാണ് തോന്നുന്നു എനിക്കറിയത്തില്ല എനിവേ നമുക്കെന്തായാലും മൈൻ ചെയ്യാൻ പോവാം ശരി അങ്ങോട്ടും ഇനി ഇങ്ങോട്ടും ഇനി ഇങ്ങോട്ടും ഇതെന്ത് പറ്റി നമുക്ക് സോംബീൻ്റെ മറ്റേ സാധനം കത്തിപ്പോൻ്റെ നമ്മൾ പോകുന്നു അന്തേ മരം മുറിച്ചൊക്കെ പോണായിക്കല്ലേ മുറിക്കി മുറിച്ചോ വേഗായിക്കോട്ടെ ഓക്കെ നമ്മൾ പോകുന്നു അയ്യോ ഇവിടെയല്ലേല്ലോ ഹായാരിപ്പ് എന്റെ സുണ്ടാപ്രിയല്ലേടാ അത് അമ്മീ ഇപ്പൊ പോണേ സുണ്ടാപ്രി സുഖമല്ലേ നീ അവിടെ നിക്കടി ഓ ഈശ്വര അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ നേരത്തെ വീഴാൻ പോയ സ്ഥലമല്ലേ ഓ നമുക്ക് എന്തായാലും ഇതിൻ്റെ അകത്തേക്ക് ഇറങ്ങാനായിട്ട് വഴി നോക്കാം ഞാൻ ഇറങ്ങി ചെല്ലുന്നുണ്ട് എല്ലാത്തിനെയും കത്തിക്കാനായിട്ട് അടുത്ത സുണ്ടാപ്ലി മാമോളെ അയ്യോ ഒറ്റടിക്ക് ചത്തോ സാറില്ല നമുക്കില്ലേ വലിയ വീടൊക്കെ ഒരു വില്ലേജ് കണ്ടുപിടിച്ച് വീടൊക്കെ വെച്ചിട്ട് നമ്മളെ സുണ്ടാപ്ലിയൊക്കെ ഒരു ഫാം ഉണ്ടാക്കുക പിന്നെ നമ്മള് മറ്റേ പേരെന്തേലുണ്ടേ എടേ മറ്റേ പന്നിക്കുട്ടി എന്തേലും ആവട്ടെ നമ്മളിത് നമ്മൾ മൈൻ ചെയ്യാൻ അറിഞ്ഞിരിക്കുന്നു ഈശ്വര വീഴാ ഞാൻ ചത്ത് പറഞ്ഞാലേ പണിയായിട്ട് കിട്ടും എട്ടിൻ്റെ പണി ഈശ്വര അത് ഏതിലൂടെ ഇറങ്ങണത് ഞാൻ തൊല്ലയുള്ളത് അതൈസിന് തൊല്ലയുള്ളത് ഉറപ്പ ഈശ്വര ഒറ്റ പ്രാവശ്യം മതി നമുക്ക് എന്താ കുറച്ച് മണ്ണൊക്കെ എടുത്തിട്ട് ഇറങ്ങാനായിട്ടുള്ളൊരു സൗകര്യം ഉണ്ടാകാൻ നോക്കാം ശരോ ഓക്കെ ഫൈൻ ജീവനോടുണ്ട് ജീവനോടെ ഉണ്ട് നമ്മൾ റോക്കി ബൈക്ക് കളിക്കുകയാണെങ്കിൽ റോക്കി ബൈക്കിന് ലിഫ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് ലിഫ്റ്റ് ഒന്നും ഇല്ല ഈശ്വര അതിലൂടെ ചാടാനുള്ള ധൈര്യം എനിക്കില്ലാണ്ട് നമുക്ക് മണ്ണിടാം എവിടെ മണ്ണെവിടെ മണ്ണ ഇങ്ങോട്ട് ഡോട്ടൊക്കെ ആക്ച്വലി നമുക്ക് ഇതിൻ്റെ അകത്ത് വളരെ വളരെ അത്യാവശ്യമുള്ള സാധനങ്ങളാണ് ഈശ്വര അത് എവിടാ ഞാൻ കൊണ്ടിട്ട് സാറിന് ഇവിടുന്ന് പൊറുക്കിയെടുക്കാം കുറച്ച് പൊറുക്കി എടുത്തൂടെ അങ്ങോട്ട് എന്തായാലും ആവശ്യമുണ്ടോ തുടങ്ങി അയ്യോ ഓക്കെ നമ്മൾ എന്തായാലും കുറച്ച് കല്ലും മണ്ണൊക്കെ കുത്തിയിട്ട് നമുക്ക് കാണാം ഗൈസ്
സോ നമ്മളതിൽ തുറന്ന് വരുന്ന കുറച്ച് സാധനമൊക്കെ അയക്കുന്നു. ഇനി എങ്ങനെയെങ്കിലും മുകളിലെത്തണം. ഈശ്വര എത്തിയാ മതിയായിരുന്നു. ഇവിടുന്ന് നല്ല രസമുണ്ട് അമ്മേ. ഓ, കോള് കിട്ടിയ സന്തോഷത്തിലേക്ക് നമുക്ക് കോള് കിട്ടിയ നമുക്ക് ഡേറ്റ് ഉണ്ടാക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും അതിന് പുറത്തേക്ക് പോവാട്ടോ. നമ്മൾ പുറത്തേക്ക് പോകുന്നു. പറയൂ കൂട്ടുകാരെ, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? പുറത്തേക്ക്. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? മൈൻ ക്രാഫ്റ്റിലേക്ക്. അല്ല, ഇപ്പം മൈൻ ക്രാഫ്റ്റ് തന്നെയാണ്. ഐ മീൻ, നമ്മൾ പുതിയ സ്ഥലം തരാൻ പോകുന്നു. ഓക്കെ ഓക്കെ നമ്മൾ ഇതൊന്നാം കാണും. ഈശ്വരാ, നമ്മൾ എന്തായാലും മുകളിലോട്ടേക്ക് വേഗം പോവാട്ടോ. വേഗം 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 വേഗം. വെങ്കി ബും ബും, വെങ്കി ബും ബും. രാത്രിയോ? രാത്രിയോ? ഈശ്വരാ, അതെന്താണ് ഞാൻ ആ കാണുന്നത് സുഹൃത്തുക്കളെ? അതെന്താണ് എട്ടുകാലിയോ? എൻ്റെ അമ്മയെ ചെലന്തിമേൻ ഓടിച്ച് ഗൈസ്. ചെലന്തിമേനൊക്കെ അടിച്ചാറ് നമ്മൾ സ്പൈഡർമേനാവും. നമ്മളെ പെട്ടിയിലേക്ക് എടുക്കേണ്ടി വരും. പിന്നെ അയ്യോ, ഇവിടെ ഒരു വീട്. അയ്യോ, ഇത് സേഫ് അല്ലട്ടാ. ഇതിന്റെ മുകളിൽ കൂടെ ആൾക്ക് അയ്യോ കല്ലുമണ സാറില്ല. ഉറങ്ങു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 റ. ഈ കുട്ടിപ്പിശാച് എവിടുന്ന് വന്നേ? എന്തിനൊക്കെ ചാടി വരാൻ പറ്റൂ? ചേട്ടാ, ഈ കുട്ടിപ്പിശാച് എവിടുന്ന് വന്നടാ? എടാ, ഇത് പുറകുന്ന് പോകുന്നില്ലല്ലോ. എന്താണോ? അയ്യോ, ചെലന്തിമേൻ. അയ്യോ ഈശ്വര, സോംബി. ഈശ്വര, എനിക്ക് സോംബിന് ഭയങ്കര പേടിയാണ്. സത്യം പറയട്ടെ, സോംബിന് ഭയങ്കര പേടിയാണ്. കാരണം ആ ഓൾ ഓഫ് എസ് ആർ ഡെഡും മറ്റെന്തൊരു സോംബി വേറോ എന്തൊക്കെ കണ്ടിട്ട് എനിക്ക് വരാൻ. അമ്മേ, അവിടെ എന്തൊരു വിളിച്ചും ഹായ് വിളിച്ചത്തേക്ക് നമുക്ക് പോകാം. അയ്യോ, ലാവിയാ വേണ്ട പറ്റൂ. ഈശ്വര, എന്തിത് യൂത്ത് വന്ന സ്ഥലവും മറന്നുപോയി. ഇതിനെ അങ്ങോട്ട് പോകുന്നത് അതാ മറ്റേ അമ്പുമില്ലൊക്കെ പിടിച്ചിട്ടതാ. അയ്യോ, അച്ഛാ, സോംബിയല്ലേ അത്? ഈശ്വര നാരായണി, ഈ രാത്രി നമ്മൾ ചാവാതെ രക്ഷപ്പെട്ടാൽ നമ്മൾ ലൈഫിൽ നമ്മൾ ജയിച്ചു. പറയൂ ബാക്ക്. ഈശ്വര, നമ്മൾ സ്വാടാക്കാൻ ഞാൻ പറ്റുള്ളൂ. പക്ഷേ ഈ സ്വാഡ് വെച്ച് മുറിച്ചാലും ശരാ എനിക്കറിയാൻ പാടില്ല കേട്ടോ. സത്യമായിട്ടു എനിക്ക് എന്താ പറയുക, വയലൻസ് ഒന്നും ഇഷ്ടമില്ലാത്ത ഒരാളാണ്. അതുകൊണ്ട് നമ്മളാരും കൊല്ലാൻ പോയില്ല. കാരണം ഈ ഇതുകൊണ്ട് കൊല്ലാനും പറ്റില്ല. ഇതുകൊണ്ട് അടിച്ചടിച്ച് മറ്റെന്താ ഒന്നും ആകാൻ പോകുന്നില്ല. നമ്മളെത്തു ആണ് സംഭവം. നമ്മളെ വീട്ടിൽ പോയെന്ന് നോക്കാം. അത് വീടൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ എന്താണ് പിടിക്കാനായിട്ട് നമുക്ക് എന്തായാലും നോക്കാം. ഈശ്വര, എന്നെ ആ സാധനവും കാണുന്നില്ലേ? വഴി തെറ്റി ഗായ്സ്. അയ്യോ, എന്തൊക്കെ പറയുന്നത്? ഈശ്വര, വഴി തെറ്റി ഗായ്സ്. റൂട്ട് മാപ്പ്. എവിടെ നിങ്ങൾ? കാണുന്നില്ല, സത്യമായിട്ടും കാണുന്നില്ല. അമ്മച്ചിയാണ് കാണുന്നില്ല. ഈശ്വരായണ കാര്യമായിട്ട് കാണുന്നില്ലല്ലോ. അയ്യോ, ഞാനനാഥയായി ഗോയ്സ്. അതിൻ്റെ അറിയാതെ ചരന്തിമാനൊക്കെ എനിക്ക് ചരന്തിമാനെ ഇഷ്ടമല്ല. അയ്യോ, ഞാൻ സ്പൈഡർമാൻ്റെ ആട്ടോ. പക്ഷെ എനിക്ക് ചലന്തിയുടെ ഇഷ്ടമല്ല, അത് കടിക്കും. അയ്യോ, നമ്മളെന്താക്കും സുഹൃത്തുക്കളെ? നമ്മളുടെ വീട് കാണുവാനില്ല. കണ്ടി ഞാൻ ആകെ പിന്നെ ഓക്കെ അടയ്ക്കാതെ കൊച്ചുമുണ്ടായിരുന്നു. എന്റെ വായ നല്ല വരും. ഞാൻ മറ്റേ പാട്ടിട്ടെ. അമ്പലില്ല എന്തൊക്കെയായത് ഇതുപോലെ കൊച്ചു സ്വന്താപ്പിളി എവിടുന്ന് വന്നതാണ് അന്താരം പിടിക്കാനായിട്ട്? ഇവിടെ ഈ കൊച്ചു സ്വന്താപ്പിളിനെ കൊണ്ട് വയ്യല്ല. ഞാൻ പിന്നെയും ചത്തേ. പുന്നരി മൂഞ്ചിയിൽ ഹാവ്. അയ്യോ, അടച്ചില്ല, ഇതടച്ച്. അതാ സൊട്ട് കൊച്ചു പുണ്ടകല്ല വന്ന് തലക്കാലം വന്നിക്കുന്ന മന്ദാരക്കായ. ഓക്കെ, നമ്മൾ ഇനി നമ്മൾ പിടിച്ച് ഓക്കെ റെസ്പോൺ. ഇടയ്ക്കത് ഗ്ലിച്ചാവുണ്ട് കേട്ടോ. ഇനി ഈശ്വര, എന്ത് കഷ്ടമാ ഇത്. ആ കൊച്ചു ഫുണ്ടാലിനി എന്ത് ചെയ്യും സുഹൃത്തുക്കളെ? ആർക്കെങ്കിലും മൈൻഡ് ക്രാഫ്റ്റിൽ നല്ല രീതിക്ക് കളിക്കാൻ അറിയെങ്കിൽ കോണ്ടാക്ട് മീ. ഓക്കെ, എന്നെ പഠിപ്പിച്ചാണ്. അല്ല, ഞാൻ എന്ത് പറയാനോ. ഓക്കെ, ഇത് ഉറങ്ങാനും പറ്റുന്നുണ്ട്. എന്ത് കഷ്ടമാണ്. ഇപ്പോൾ പറഞ്ഞു വേണ്ട പറഞ്ഞു.
ഓക്കെ. ഇതാണ് ഉറങ്ങാൻ പറ്റില്ലടാ ഇത്രയും ആൾക്കാർ നടുവിൽ. അതെനിക്ക് അന്നൊരു പണിയാട്ടോ. ഞാൻ വെച്ച ഓരോ ഇങ്ങനെ അങ്ങനെ വീട് വെച്ചാൽ നമുക്ക് ഉറങ്ങാൻ പറ്റും. ചാടി അതെന്തിന് അറിയാതെ ചാടിപ്പോയത്. ഞാൻ എന്തെന്ന് ചാടിയ ഒരാൾക്കാർ അതിൻ്റെ കൂടെ കയറി വരണ്ടാവില്ലല്ലേ. അമ്മീ ഇത് ഇവിടുന്ന് വന്നേ എടാ തൈര്. അവിലോസ്. ഉം, ഞാൻ സൊല്ലട്ടെ എന്നെ കൊണ്ട് നടക്കത്തില്ല. സാറില്ല നമുക്ക് ഒന്നുകൂടി ട്രൈ. ഹേ എന്തും പോയില്ലേടാ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോടാ. എനിക്കെന്നാ കിടക്കണം. എടാ വാള് പോലും ഇല്ലടാ നിന്നെ പോലെ. ഞാൻ ഈ കയ്യോണ്ട് കുത്തുന്നു. കൈസ് ബലി ബാഹുബലി. ഞാൻ ഫസ്റ്റ് ആയിട്ട് ഒരാളെ കൊന്നിരിക്കുകയാണ് ഗൈസ്. ഒരു സ്പൈഡറിനെ ഞാൻ കൊന്നു. ആ സന്തോഷത്തിൽ ഞാൻ കിടന്നുറങ്ങിയതാരണിക്കുമ്പോ സീന്. എന്തായാലും ഞാൻ ഇനി ഇവിടെ നിൽക്കത്തില്ല. എനിക്ക് ഞാൻ വേറെ ഹോട്ടലിൽ പോവാ ഗൈസ്. ഞാൻ പോവാ. നീ എന്റെ സാധനം പൊറക്കി ഞാൻ വേറെ എവിടെയും പോവാ. അതാരാ കൊച്ചു കഴിവ് അറിയില്ല. ഞാൻ ഇന്ന് അടിച്ചു കൊല്ലാളെ പീശുണ്ടും ചാവൂല രാവിലെ ആയാലും. ഞാൻ കത്ത്. അയ്യോ എനിക്കൊരു നല്ല കാലം ഏതേം കാലത്ത് എനിക്ക് സ്പൈഡർമാൻ കാലല്ലേ ഞാനാ കണ്ടത്. ആവട്ടെ എന്തായാലും എല്ലാം പറിക്കാം പോവാം. നമ്മളെല്ലാം പറിച്ച് പോവാണെങ്കിൽ കഴിച്ചാൽ ഈൻ്റെ തന്നെ എങ്ങനെയാണോ ഒരു പുറത്തിറങ്ങാൻ പറ്റുക? ഞാൻ അതാട്ടോ നോക്കുന്ന ഈൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പുറത്തിറങ്ങാൻ പറ്റുക. നമുക്ക് എന്തായാലും ഒക്കെ ഒന്ന് തുറന്ന് പോവാം. അപ്പൊ ഗൈസ് നമ്മളെല്ലാം പറിച്ച് തിരിച്ചു പോവുകയാണ്. നമ്മൾ വേറെ സ്ഥലം തപ്പി പോവുകയാണ്. എനിക്കിനി ഇവിടെ ജീവിക്കേണ്ട. എനിക്ക് ആ കൊച്ചു കഴിവറുടെ കൂടെ ജീവിക്കേണ്ട ഗൈസ്. ഞാൻ ഇറങ്ങിപ്പോവാ. എൻ്റെ സാധനങ്ങളൊക്കെ എവിടെ? എൻ്റെ അരിവാളെവിടെ? എൻ്റെ പിക്കാക്സ് എവിടെ? എൻ്റെ തിന്നാനുള്ള എൻ്റെ സ്വന്തം സുണ്ടാപ്പിളികൾ എവിടെ? ഈശ്വരത്തിന് ഇത് കാലം പൊളിച്ചെടുക്കാനാണെന്ന് വേഗം പദം. ഈ ഞാൻ ചെയ്യുന്നതൊക്കെ എനിക്കുള്ള കുഴി തന്നെയാണല്ലേ. ഇത് എന്തിത് പൊളിയിടോ അങ്ങോട്ട്? പൊളിയൊന്നുമില്ല. എൻ്റെ പിക്കാക്സ് അപ്പുറത്തോട്ട് തുറച്ചുപോയി. ഈശ്വര ഇതിനേത് കാലം പൊളിയാനാണെന്ന്. അയ്യോ ഒളിച്ചാളം. ഇങ്ങനെ ഒളിച്ചാലും കുഴപ്പമില്ല. എന്താ നമ്മൾ എല്ലാം നേരിട്ട് കൊണ്ട് അങ്ങനെ വിട്ടാ പറ്റില്ലല്ല. പൊളിക്കടാ നീ ധൈര്യമായിട്ട് പോയി. പക്ഷെ എനിക്ക് അത്ര ധൈര്യമില്ല. ഡുവൽ പേഴ്സണാലിറ്റി ഗൈസ്. എനിക്ക് ഒരു മുറൈ വന്ന് പാറായും ചാടിട്ടൊന്നും കാര്യമില്ല. അത് പൊളിക്കണം. പൊളിക്കുക എന്നാല് പൊളേ പൊളിഞ്ഞ് ഗേറ്റ് തുറന്ന് ഓടിക്കാ. അല്ല സാധനങ്ങളൊക്കെ എടുക്കണം. എൻ്റെ അയ്യോ എൻ്റെ പിക്കാക്സ് കാണുന്നില്ലല്ലോ. കിട്ടി. പിക്കാക്സ് കിട്ടി. ആപ്പിൾ. നമുക്ക് പോവാട്ടോ. ഞാൻ പോവാട്ടോ. ഒന്തോരം പിടിക്കാനായിട്ടു. ഇനി നാടും വേണ്ട, നാട്ടുകാരും വേണ്ട, പന്നിക്കുട്ടിയും വേണ്ട, സുണ്ടാപ്പിളികളും വേണ്ട. ഞാൻ പോവാ. ബൈ മിട്ടു. ശരിക്കും ഞാനും മിട്ടും തമ്മിൽ കുറേ കൊല്ലത്തെ ബന്ധമാണ്. ബാബുസ്വാമി ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്. ബാബുസ്വാമി എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടം പറയണല്ലേ. പിന്നെന്തല്ല വേറെ ഇതൊക്കെയുടെ പാട്ട്. ഇതിൻ്റെ അകത്തില്ലേ ഒരു 4-5 പേര് കമൻ്റ് ഇട്ടാൽ ഒരു 100 ലൈക്ക് എത്തിയാൽ ഞാൻ മറ്റേ തൈല ഡാൻസ് അല്ലേ. തൈല ഡാൻസ് വെക്കാൻ പറയുന്നത് മറ്റേ ചെന്നൈയിൽ എന്ന് പറഞ്ഞിട്ട് ആ ഡാൻസില്ലേ. മിൻസിനുള്ള ആ പാട്ടിന് ഞാൻ ഡാൻസ് ഞാൻ വീഡിയോ ഇടും. ഞാൻ വേണം 5 കമൻറ്റും 100 ലൈക്കും കിട്ടിയാൽ മാത്രം. എൻ്റെ ഡാൻസ് എത്ര പൊട്ടയാണെന്നുള്ളത് എനിക്കറിയാം. നിങ്ങളെ കാണിച്ചിരുന്നു എനിക്ക് ആഗ്രഹമില്ല. പക്ഷേ ഇങ്ങനെ സംഭവിച്ചാൽ ഞാനിടും. അപ്പം ഞാൻ ഇടും. ഓക്കെ. പക്ഷേ ദൈശനി ഏതെങ്കിലും ഗെയിം ഇതേപോലെ കളിക്കണം എന്നുണ്ടെങ്കിൽ, എന്നെ ബോറടിപ്പിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഗെയിമിൻ്റെ പേര് പറയാം. പിന്നെ എൻ്റെ PC ഇതൊന്നുമില്ല. ഞാൻ മൊബൈലിലാണ് കളിക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. നമ്മളതിൽ എത്ര പൈസയൊന്നുമില്ല. നമ്മളതിൽ PC ഒന്നുമില്ല. എടാ നിലത്ത് നോക്കി നടക്കണമെന്ന് പറയുന്നത് ഇതാടാ.
സാറില്ല നമ്മളെ കല്ലുണ്ട്. എന്താല്ലേ കുഴിയിൽ ഇങ്ങനെ വീണോ ഗൈസ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിലൊന്നും കിട്ടിയ ഗുണപാഠം എന്താണ്? നമ്മൾ നിലത്ത് നോക്കി നടക്കണം. വട്ടത്ത് നോക്കി നടന്നാൽ നമ്മൾ താഴെ കിടക്കും. ഓക്കെ എടാ സാറില്ല നമ്മ എന്തായാലും ഈ നാടേ വിട്ടുപോയി. നാട് മുടിഞ്ഞ് പൊട്ടെ. നാട് ഞാൻ വിടുക. ഞാൻ അടുത്ത വേൾഡിലേക്ക് പോവാ മൈൻക്രാഫ്റ്റിന്റെ. ഈശ്വര ഗൈസ് നിങ്ങളെ മറ്റേ ജാസിയും ഹെലൻ ഓഫ് സ്പാർട്ട എന്താ അമ്മനുള്ള പ്രശ്നമല്ലേ? അതിൽ നിങ്ങൾ അഭിപ്രായം എന്താണ് ഗൈസ്? കമന്റ് ഇടൂട്ടോ. എന്തായാലും നമ്മൾ ഇവിടുന്ന് പോവുകയാണ് ഗൈസ്. ബൈ 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 ബൈ. നല്ലൊരു പൂങ്കാരമായി. എന്തായാലും കുഴപ്പമില്ല. ഏ ഒരു വീടല്ലേ, ഒരു വില്ലേജ് അല്ലേ ഞാൻ ആ കിടന്ന? ഈശ്വര വില്ലേജ് കിട്ടി മക്കളെ. വില്ലേജ് ഈശ്വര ആ വില്ലേജ് കിട്ടിയടാ. വില്ലേജ് കിട്ടി. ഇനി നമ്മളിപ്പോൾ താഴത്തിൻ്റെടാ വിജയ് ഒന്നുമില്ല. ഓക്കെ നമ്മളിപ്പോൾ ബീട്രൂട്ട് നമ്മളപ്പം ആദ്യം തന്നെ നമ്മൾ ഈ വില്ലേജുകാരെടുത്ത് എന്തൊക്കെ ഉണ്ട് നോക്കുന്നു. കറിയോ ചെസ്റ്റമില്ലേ ഗൈസ്? കുറച്ച് 2 എമറാൾഡൊക്കെ താടി 2-3 എമറാൾഡുകൾ നിങ്ങൾ നമുക്കത് ഒന്ന് ചുറ്റിക്കറങ്ങി വരാം. ഓക്കെ സപ്പോസ് ഞാൻ ഈ വില്ലേജിൽ വീട് വെച്ച് താമസിക്കണോ എന്ന് നിങ്ങൾ പറയൂട്ടോ. പറഞ്ഞോളൂ. വേണേ വീട് വെച്ച് താമസിക്കാം. പിന്നെ മൈൻക്രാഫ്റ്റ് ഇതേപോലെ വേണമെങ്കിലും കമൻ്റ് ഇടുക. ഇത് ഞാൻ വെറുതെ പറഞ്ഞ സീരീസ് എപ്പിസോഡ് കണ്ട് നോക്കില്ല. ചിലപ്പോൾ ഇതോടൊക്കെ നിർത്തും എൻ്റെ മൂഡ് പോലെ. നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാനിടും. ഇനിയും അടുത്ത എപ്പിസോഡുകളിടും. ഞാൻ കമല കളിക്കാൻ നല്ല ആഗ്രഹമുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് എന്താ പറയുക, വെറുതെ നിങ്ങളെ ഉറപ്പിക്കേണ്ടല്ലോ. കമല അവിടെ നിന്ന് കളിക്കുക. അത് ഇതന്നെ ഉണ്ടൊരു 50 മിനിറ്റ് വീഡിയോ. ഞാൻ അദ്ദേഹം പറഞ്ഞു ഇത് എനിക്ക് ഒന്നാമത് എഡിറ്റ് ചെയ്യാൻ അറിയത്തില്ല, വീഡിയോ ഇടാൻ അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നതൊക്കെ. ഇനി കുറച്ച് ഡ്രസ്സിനൊക്കെ കിട്ടിയിരിക്കുന്നു. എന്താണ് അവസ്ഥ എന്ന് ആർക്കറിയാം. ഇതെന്ത് പണ്ടാര? ഈ പണ്ടാര എന്താണെന്ന് അറിയാറൊക്കെ കമന്റ് ഇടണേ. എനിക്കറിയാൻ പാടില്ല. എന്തായാലും നമുക്ക് ബാക്കിയൊക്കെ ഒന്ന് തെരഞ്ഞു നോക്കാം. ആ വീട്ടിൽ എന്താണ്? ആ വീട്ടിൽ കയറാമല്ലോ, നമുക്ക് കയറാമല്ലോ. ഈ വില്ലേജർ ഇയാളുടെ തന്നെ ട്രൈഡ് കണ്ടു നോക്കാം. അമ്മ എന്തായാലും ആദ്യം ഇത് നോക്കട്ടെ. അവിടെ ചെസ്റ്റ് ഒന്നുമില്ലടാ. എന്തിത്? മന്തിലൊരു ചെസ്റ്റ് പീസ് എനിക്കിവിടെ ചെസ്റ്റ് ഇല്ലെന്നു. എന്താണ് ഗൈസ്? മറ്റേ വൈക്കോൽ കൊടുത്താൽ എമറാൾഡ് തരും. ഗുഡ്. നിന്നെ എനിക്ക് ആവശ്യം വരും. നിന്നെ ഞാനൊന്നും ചെയ്യുന്നില്ല. എടാ ഇതെന്തടാ വില്ലേജസിന്റെ ഹോസ്റ്റലോ? കുറെ ബെഡൊക്കെ ഉണ്ടല്ലോ. ഗൈസ് വില്ലേജസിന്റെ ഹോസ്റ്റൽ കണ്ടേ. മുള്ളയൊക്കെ ഉണ്ടല്ലോ ഗൈസ്. വില്ലേജസിന്റെ ഹോസ്റ്റൽ ആട്ടോ. ഇവിടെ ഹോസ്റ്റൽ ഹൗസ് ഉണ്ടേ. ഓഹോ എമറാൾഡ്. എമറാൾഡ് കിട്ടി ഗൈസ്. എമറാൾഡ് കിട്ടി ഗൈസ്. ഇനി എനിക്ക് ചത്താൽ കുഴപ്പമില്ല ഗൈസ്. കുറെ ബ്രെഡും ആപ്പിളും ഒക്കെ ഉണ്ട്. ആപ്പിൾ നമുക്ക് വേണം തിന്നാനായിട്ട്. അല്ലെ കുതിരേനെ മയക്കാം. മയക്കാം. ഓക്കെ സോ നമ്മൾ പോകുന്നു. നമ്മൾ അടുത്ത വീട്ടിലേക്ക് പോകുന്നു. എനിക്കില്ല വില്ലേജിട്ടുണ്ട് സന്തോഷത്തിലാണ്. ഇന്നലത്തെ ഇന്നലത്തെ രാത്രിത്തെ സംഭവം മക്കളെ. എത്ര പ്രാവശ്യം എന്നെ കൊച്ചു കഴിവേറി കൊന്നത്. എനിവേ നമുക്ക് വില്ലേജ് കിട്ടി. അടുത്ത മൈനിങ്. ഓക്കെ ഗൈസ് നമ്മളപ്പം അടുത്ത അയൻകുളം വേണ്ട കൊല്ലും. അല്ല ഞാൻ അയൻകുളത്തിനെ കൊല്ലുന്നു കേട്ടോ. എന്നെ കൊല്ലുന്നില്ല. ഓക്കെ ഗൈസ് നമ്മൾ അടുത്ത വീട്ടിലെത്തിക്കുന്നത്. ഇവിടെ ഒന്നും ചെസ്റ്റില്ലടാ. എന്തടാ ഇതിവിടെ ഒരു തേങ്ങ. ഏതോ ദരിദ്രവാസിന്റെ വില്ലേജിൽ. അതൊന്നും അമ്മ വന്ന് വെട്ടത് എന്തായാലും പിടിക്കാനായിട്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഞാൻ വേറെ വില്ലേജ് അപ്പിയാല. എന്താണ് ഇപ്പൊ ചെയ്യേണ്ടത്? ഒരു പിടുത്തം കിട്ടില്ല. ഒന്നാമത് എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല. വീട് വെക്കണോ? വീട് വെക്കാനുള്ള സാധനം എൻ്റെ ഇല്ല. അല്ലെ നമ്മൾ മൈൻ ചെയ്യാൻ പോകുന്നോ? എന്താ ചെയ്യേണ്ടത്? ഒരു ഐഡിയ കിട്ടുന്നില്ല. എന്തായാലും കുറച്ച് വൈക്കോല് കൊടുക്കി ഇയാൾക്ക് കൊടുത്താലോ എമറാൾഡ് കിട്ടും. പക്ഷെ എമറാൾഡ് ഇട്ടിട്ട് ഞാൻ എന്തുണ്ടാക്കാനാ? എമറാൾഡ് ഇട്ടിട്ട് ഞാൻ എന്തുണ്ടാക്കാനാ? എമറാൾഡ് കിട്ടിയെന്നൊക്കെ വലിയ കാര്യത്തിൽ പറയണ്ട. ഞാൻ തെറ്റിയേ തരണ്ട. എമറാൾഡ് കിട്ടിയെന്നൊക്കെ വലിയ കാര്യത്തിൽ പറയുന്നുണ്ട്. പക്ഷേ കിട്ടിയിട്ട് എന്താ കിണ്ടി ഉണ്ടാക്കണം എന്ന് എനിക്കറിയത്തില്ല. ഇനിവേ നമ്മ കുറച്ച് വൈക്കോലൊക്കെ പെറുക്കി കൊടുക്കാം. മറ്റേ മൂപ്പരെ കണ്ടാൽ ഈ കാണും. അയാൾ എനിക്ക് വേണം. ഗൈസ് ഇതെന്ത് സീഡല്ലേ തുറച്ചു പോകുന്നത്? നമ്മൾ
എല്ലാം എടുക്കുന്നു. ഒന്നും ഇവിടെ വെച്ചേക്കണ്ട. എല്ലാം തന്നെ നമ്മൾ വീട്ടിൽ നശിപ്പിക്കുന്നു. നമ്മൾ കൊണ്ടു കൊടുക്കണോ? നോ 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 നോ. ഞാനൊരു സാധനം കാണിച്ചു എല്ലാവരും റെഡി ആയില്ലേ? ഞാനൊരു സാധനം കാണിച്ചതവേ. നന്മയുള്ള ലോകമേ കാത്തിരുന്നു കാണുവാൻ. സോ എൻ്റെ നല്ല പ്രവൃത്തിക്ക് എല്ലാവരും മുന്നിലേക്ക്. ഈശ്വര എന്താല്ലേ? ഓക്കെ, നമ്മളെ വേറൊരു സീനില്ലേനോ? എന്തോ ജോമോ, എനിക്ക് ആരോ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല രസമില്ലെങ്കിൽ പറയുന്നേക്കാനായിട്ട്. എന്തോ ജോമോ, ആയി വൈക്കോൽ പോരെ, വൈക്കോൽ പോരെ. വേണ്ട, ഒരു ഐഡിയ ഉണ്ട്, മാറുന്നില്ലടേ. നമ്മൾ ഇതെടുക്കുന്നു, വൈക്കോലാക്കുന്നു, മറച്ചു വെക്കുന്നു, എമറാൾഡ് ഉണ്ടാക്കുന്നു. എങ്ങനെ ജമ്മ? ഓക്കെ, ആർക്കും അങ്ങനെ രീതിക്ക് കളിയാക്കാൻ കിട്ടിയില്ലേ? സാരല്ല, പോട്ടെ. ഗൈസ്, ഊക്കാണത് വാങ്ങാനും കൊടുക്കാനുമുള്ളതാണ്. തിരിച്ചു വരും, എല്ലാവരും തിരിച്ചു വരുവൻ. എല്ലാവരും മോക്കുകൾ വാങ്ങി കൊടുക്കൂ. എല്ലാവർക്കും ശുഭദിനം. ഡേ ഡേ എമറാൾഡ് കാടേ, ഡേ എമറാൾഡ് കാടേ, ഡേ എമറാൾഡ് തന്നിട്ട് പോടേ. ഗുഡ് ബോയ്, ഗുഡ് വില്ലേജർ. ബൊക്കോ പോടേ. ഞാൻ കിടന്നോട്ടെ. എൻ്റെ പൊന്നെ മോനെന്ന് വിശ്രമിക്കട്ടെ. ഞാൻ ഇത്രയും കളച്ചിട്ടൊക്കെ വെയിറ്റ് ചെയ്യല്ലേ, നീ ഒന്ന് പോയിടാ. ഹലോ ഗായ്സ്, നല്ലൊരു ഉറക്കുറങ്ങി. നല്ലൊരു ഉറക്കുറങ്ങി. എൻ്റെ ഒരു ക്ഷീണത്തിൽ കുറച്ചുകൂടി കിടന്നാലോ? വേണ്ട, കിടക്കാൻ മൈൻക്രാഫ്റ്റിൽ പറ്റത്തില്ല. സോ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാണ് കേട്ടോ. നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. വാവ്, പുലർച്ചെ. ഗുഡ് മോർണിംഗ് വില്ലേജേഴ്സ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വില്ലേജേഴ്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുപ്രഭാതം. ബിഗ് ബോസ് സുപ്രഭാതം. ഈശ്വര, ബിഗ് ബോസ് എൻ്റെ ഭ്രാന്തായതാണ്. അയ്യോ, ഐ മീൻ ഞാൻ എന്താ ഉദ്ദേശിച്ച് വെച്ചാൽ അതിന് ഫീഡ് ചെയ്യാനായിരുന്നു കേട്ടോ. ലവ്വോ? നീയോ ഫീഡ്? കൊടുത്തു, തിന്നാണോ? മക്കള് തിന്നോ? ഹൊയ്യ ഹൊയ് 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 ഹൊയ്യ സേ 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 ഹൊയ്യ ഹൊയ് ഹൊയ്യ സേ കൊക്കക്കോള പെപ്സി. അയ്യോ, ഇത് എന്റെ പുറകെ വരണ്ട. ഞാൻ ഇനി തരത്തില്ല. ഒന്നും കൂടെ തരാന്നല്ലാതെ ഒരു പണിയുണ്ട്. നമുക്ക് ഇവരെല്ലാവരും കൂടി കൂട്ടിലടക്കാം. ഞാൻ നേരത്തെ പഠിക്കൊണ്ടിരുന്നുണ്ടെന്നു. ഹൊയ്യ സേ 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 മറ്റേ കൊക്കക്കോള പെപ്സി. ഇതാരും കളിച്ചിട്ടുണ്ടോ? എനിക്കിത് സംഭവം ഇങ്ങനെ മറന്നുണ്ട്. സെറ്റിമ അങ്ങനെന്തോ നല്ലായിരുന്നു, എനിക്ക് ഓർമ്മയില്ല. കറിക്കളി വരിയായിട്ട് കറിക്കളി. അവിടെ ഇരിക്കാനേ ഞപ്പം ഒരു അടുത്ത ഫുഡ് എടുത്ത്. കൊച്ചു കള്ളികൾ പ്രാബ്ഡ്. അവരൊക്കെ തുറക്കാതെ എന്നെ പ്രാഗാണെന്നും എന്നാലെ പാച്ചാത്തെറി ഉള്ളിൽ വിളിക്കുകയാണെന്നും കുഴപ്പമില്ല. ഞാൻ സഹിച്ചു. അല്ല പിന്നെ, ഞാനൊരു ഹൃദയാണ് ഗൈസ്. അതത്രേ ഉള്ളൂ. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? നമുക്ക് ഇവിടെ കൂടാന്ന് വിചാരിക്കുന്നു. ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവാ. ഞാൻ മറ്റേ ഹോസ്റ്റലില്ലേ, മറ്റേ ഹോസ്റ്റൽ എന്ന് പറഞ്ഞ സ്ഥലം, അവിടെ പോയിട്ട് അങ്ങോട്ട് സെറ്റാകാൻ പോവാം. അവിടെ പോയിട്ട് കുതിരാം, പിന്നെ അവിടെ പോയിട്ടൊന്ന് സെറ്റായിട്ടൊന്ന് മൈനൊക്കെ ചെയ്യാൻ വേണ്ടി പോവാന്നാണ് ഞാൻ ഇപ്പം വിചാരിച്ചത്. നമ്മൾ വിചാരിക്കുന്ന പോലെ ആവണമെന്നില്ല, എന്നാലും നമ്മൾ വിചാരിക്കാം. നമ്മളത് ചെയ്യുന്നല്ലേ. തല്ലല്ലേ ഹോസ്റ്റൽ? ഇങ്ങനല്ലേല്ലോ നേരത്തെ ഹോസ്റ്റലിൽ. ഒന്നാമതെല്ലാം വീടും ഒരേപോലെ. അതിനോണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല സുഹൃത്തുക്കളെ, എനിക്ക് മനസ്സിലാവുന്നില്ല. അതിൻ്റെ ഇടയിലാണ് സുഹൃത്തുക്കളെ മമ്മിജി വിളിച്ചിട്ട് ചോദിക്കുന്നു, മിട്ടു നീ പഠിക്കുകയല്ലേ? അതെ പഠിക്കാനും. ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു ചോദിക്കണ്ടേ പഠിക്കല്ലേ? മമ്മിജി ഞാൻ പഠിക്കുകയാണ്. ആക്ച്വലി ഹോസ്റ്റലിൽ കളഞ്ഞു പോയോ? ഈശ്വര, ഹോസ്റ്റൽ എവിടെ? ഞാൻ ഈ ഹോസ്റ്റൽ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ അവിടെ കുറേ ബെഡ് കണ്ടിട്ടാ. ഞാനൊരു ഹോസ്റ്റലിൽ നിൽക്കുന്ന ഒരാളല്ല. ഞാൻ നിന്നിട്ടുണ്ട്, പക്ഷേ അല്ല അങ്ങനെയല്ല, ഹോസ്റ്റൽ അങ്ങനെയല്ല. എന്നാലും ഞാൻ പറഞ്ഞ കണ്ടിട്ടോ, ഞാൻ വെറുതെ പറഞ്ഞ ഇതല്ലേ നമ്മളെ ഹോസ്റ്റൽ. ഇതല്ലേ ആ ഹോസ്റ്റൽ? ഇതല്ലേ? ഇതല്ല. എടാ ഹോസ്റ്റൽ എവിടെ? പന്തോരം പിടിക്കാനായിട്ട് ഹോസ്റ്റലും കാണുന്നില്ല. ഞാൻ എനിക്ക് മൈൻക്രാഫ്റ്റ് എനിക്ക് എല്ലാം ഒരേപോലെ തോന്നും.
അത് പണ്ട് തൊട്ടേ ഉപേക്ഷിച്ചതാണ്. പണ്ട് തൊട്ട് ഐ മീൻ തുടങ്ങി പണ്ട് കളിച്ചിരുന്നു. പക്ഷെ ഇങ്ങനെ കളിച്ചില്ല. അത് കണ്ടപ്പോൾ തന്നെ എനിക്കൊന്നും കളിക്കാൻ അറിയത്തില്ല എന്നുള്ളൊരു ഫീൽ കൊണ്ട് ഞാൻ നിർത്തിപ്പോയതാ. പക്ഷേ നമ്മളതിൽ പിന്നെയും അവസരം വന്നു. ഇപ്പോഴാണ് ഞാൻ കാര്യമായിട്ട് ഈ മരമൊക്കെ മുറുക്കി നിർത്താം. മറ്റേ ഞാൻ ക്രിയേറ്റീവ് മോഡ് ഇട്ട് തമ്പോൾ സംഭവം നോക്കി പോന്ന്. അത്രേ ഉള്ളൂ. ഞാൻ ഇതാണ് ആദ്യമാണ് ഞാൻ സർവൈവൽ ഇട്ട് കളിക്കുന്നത്. സുഖായിസ് നമ്മളുടെ നമുക്ക് വേണ്ടപ്പോൾ സാധനമൊക്കെ ഇതിനകത്ത് എടുത്തേക്കാം. നമ്മൾ മൈനിങ്ങിന് പോവാണ്. നമ്മൾ മൈനിങ്ങിന് പോവുകയാണ്. ഓക്കെ. സോ മൈനിങ്ങിന് പോകുന്നതിന് മുമ്പേ നമുക്ക് എന്തൊക്കെ വേണമായിരുന്നല്ലോ. എനിക്ക് സത്യം ഒന്നും മറന്നു എന്തൊക്കെ വേണ്ടതെന്ന്. എന്തെന്തൊക്കെ വേണേനു പക്ഷെ എനിക്ക് മറന്നുപോയി. എന്തായാലും നമുക്ക് എൻ്റെ കട്ടിൽ വിടാതെ എന്ത് ഞാൻ നമ്മൾ കത്തിലിട്ടെ. നമ്മളെ ഒരു വീടാണെങ്കിൽ നമ്മളെ എടുക്കാണല്ലോ. സോ അവിടെ ഇട്ടാല് അവിടെ നമ്മളങ്ങനെ കയറി വരില്ലേ. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഇടാം. ടിസ്കു 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 ടിസ്കു. ഓക്കെ ഷിസ്കു. സീഡും നമുക്ക് ആവശ്യമില്ലല്ലോ. അതെന്ന് കോപ്പറല്ലേ. ചെമ്പ് വരുമ്പോൾ കടച്ചേ. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ വലിയ ഉപകാരമൊന്നുമില്ലല്ലോ. ഞാൻ ഈ ചെമ്പ് കൊണ്ട് ഞാനൊന്നും ആക്കുന്നത് ഞാൻ കണ്ടില്ലട്ടോ. യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ അടുത്ത് നോക്കിനു. നമ്മളെ സോളോ അതിനൊക്കെ ഇൻട്രസ്റ്റ് ഞാൻ എടുത്ത് നോക്കിനു കേട്ടോ. ശരിക്കും സോളോ വൈകുന്നേരത്തെ കണ്ടൻ്റൊക്കെ എനിക്ക് ഇഷ്ടമാട്ടോ. നല്ലൊരു യൂട്യൂബറാണ്. നല്ലൊരു ഇതാണ് എനിക്കിഷ്ടം. പിന്നെ എന്താ പറയുക, നമ്മളെ നിങ്ങളെല്ലാവരും ഉപ്പും മുളകും കാണാനുണ്ടോ ഗൈസ്? എനിക്ക് ഉപ്പും മുളകും ഭയങ്കര ഇഷ്ടമാട്ടോ. പക്ഷെ ഇപ്പോൾ വലിയ സുഖമില്ല. ഞാൻ ഇപ്പോൾ കാണാറില്ല. ഓക്കെ എനിവേ, നമ്മളിപ്പോൾ എന്താ പറഞ്ഞു വന്നത്? നമ്മളിപ്പം പറഞ്ഞു വന്നത് മൈനിങ്ങിന് പോവാണ്. പക്ഷെ മൈനിങ്ങിന് എനിക്ക് കളിക്കുമ്പോൾ ഇങ്ങനെ വർത്തമാനം പറയുന്നത്. ഞാൻ കളീനെ പറ്റി എനിക്ക് തൊട്ട് വർത്തമാനം പറയാം. ഞാൻ വേറെ എന്തെങ്കിലും എനിക്ക് പറ്റി ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മളിപ്പോൾ സംഭവം സ്വാഡും ഇതൊക്കെ ഉണ്ടാക്കിയാണ് മനസ്സിലല്ലേ. അപ്പം നമ്മൾ മൈനിങ്ങിന് പോകുന്നു ഗൈസ്. അയ്യോ നമുക്ക് ഷീൽഡ് വേണ്ടേ. ആരിത് സ്വന്താ ഇവന് വീടുണ്ട് തത്തൂല്ലേ. ഇവനെ അപ്പന് വർക്കൗട്ട് ആവുമെന്ന് എനിക്കറിയില്ല. പറ്റി വർക്കൗട്ട് ആവുമെന്ന് എനിക്കറിയില്ല. എനിവേ നമുക്ക് പണിഞ്ഞ് നോക്കാം. ഈശ്വര പണിയണേ. സോ ഗായ്സ്, നമ്മളിവിടെ സ്കെൽട്ടനെ പണിയാൻ പോവാണ്. എല്ലാവരും കൊതിച്ച് ആ നിമിഷം എത്തിയിരിക്കുന്നു. നമ്മൾ സ്കെൽട്ടനെ പണിയാൻ പോകുന്നു. സ്കെൽട്ടൻ പണിച്ച് വന്ന് പൊന്തോരം. കുതിര മാറിക്കോ. എന്നെപ്പോലെ എല്ലാവരും നല്ലവരാണെന്നില്ല. അത് പുറത്തേക്ക് ഇറങ്ങാത്ത ഇറങ്ങിയാലവൻ ചാവും എന്നുള്ളത് ഉറപ്പിൻ്റെ ഉറപ്പാ. പെണ്ണെ നീ എന്തിലല്ലേ ഓടിക്കളിക്കാൻ തുള്ളാൻ എടാ ഇവന്ത് ചാവാത്തെ. വില്ലേജസ് പോകൂ. സ്ത്രീകളെയും കുട്ടികളെയും മാറ്റിയിരിക്കൂ. നിർത്തൂ. എടാ ഇവനെന്ത് പോവാത്തെ. ഇവന്ത് ചാവാത്തെ. തലയിൽ തൊപ്പിണ്ടല്ലേ എൻ്റെ. വേറെ ഇല്ല ഗൈസ്, നമുക്ക് വേണ പോയിക്കൊല്ലാം. ഷീൽഡ് പോലില്ല. ഞാൻ എന്തൊക്കെ എന്തി ഉണ്ടാക്കാനാ ഈശ്വര. ഞാൻ അടിക്കി ഒറ്റടി. ഞാനത് പ്രതീക്ഷിച്ചില്ല. സാറില്ല, തിരിച്ചു വരും. ഷീൽഡിൽ തന്നെടാ. ഷീൽഡിൽ ഞാൻ വരാൻ പിടിച്ചേക്കാൻ പറ്റത്തില്ല. അത് ശരിയാണ്. പക്ഷെ എൻ്റെ തൊലിക്കെട്ടി വെച്ച് ഷീൽഡിന് എന്താ ആവശ്യം. മൈൻക്രാഫ്റ്റ് ഞാൻ എന്താണ് കണ്ടത്? അലിമൊലാലിതം. എൻ്റെ പന്നെ ഞാൻ നോക്കുന്നില്ല. ഞാൻ പോകുന്നു. പിന്നെ നിങ്ങളത് കണ്ടിട്ട് എനിക്കെന്താക്കാനാണ് ചേട്ടാ. എന്നാലും വില്ലേജസ് ഫുള്ള് കടി തന്നെ. സുണ്ടാപ്പിളി മാറിക്കിട്ടാ. നമ്മളെപ്പോൾ എന്ത് ചെയ്യാൻ പോന്നോ? ഇനി നമ്മളൊന്നും നോക്കില്ല. നമ്മൾ മൈൻ ചെയ്യാൻ പോകും. പോയിരിക്കും. അത് നമ്മൾ സാധനങ്ങളൊക്കെ എടുക്കട്ടെ. നല്ല ഫുഡൊന്നും വേണ്ടേ? ഫുഡൊക്കെ എന്ത് നമ്മൾ ഫുഡൊന്നും ഇല്ലാതെ കുറേ കാലം ജീവിച്ചതാ അല്ലേ. ഇനി നമ്മൾ മൈൻ ചെയ്യാൻ പോവാ. അലിമൊലാലിതം. നിങ്ങൾ പാട്ട് എടുക്കുന്ന ഗൈസ്. കാവലായി ചേകാവാറുണ്ടോ ആശയൻ നാളമെന്നുണ്ടോ ഓർമ്മയില്ല. ആ പാട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ബിലോ. എൻ്റെ പാട്ട് ഭയങ്കര ഇഷ്ടമാട്ടോ.
നാടുവാഴും തമ്പ്രാനെയ്തോ ബാളുയർത്താൻ കയ്യുണ്ടോ നിനവുണ്ടോ. ഈശ്വരാ, പണ്ടത്തെ ഒരു ആഗ്രഹമാണ് പൂച്ചനെ പിടിക്കും. പക്ഷെ പൂച്ചനെ കിട്ടൂല അതുവരെ. അതുകൊണ്ട് ഞാൻ പിന്നൊന്നും പറയാത്തത്. കാരണം പൂച്ച ഓടിക്കളയും. പക്ഷെ അന്നേ ഒരു പൂച്ചനെ കൊന്നില്ല. നിങ്ങൾക്ക് അറിയോ? പൂച്ച എന്തായാലും ഓടുന്നുള്ളത് ഉറപ്പിൻ്റെ ഉറപ്പാ. ഞാൻ എന്നാലും ഞാൻ പുറകെ പോവാണ്. എന്റെ അവസ്ഥ അത്. പൂച്ചനെ എന്തായാലും കിട്ടൂല. അതാ ഞാൻ ഈ പാട്ടോടി കളിക്കുന്നത്. ആ പൂച്ചനെ കൊണ്ടൊരു ഉപകാരം ഉണ്ടായി. പൂച്ച കാരണം നമ്മളൊരു മൈനിങ് സ്പോട്ട് കണ്ട്. പിന്നെ വരാവേ. ആ പൂച്ചനെ എനിക്ക് വേണം. ആ പൂച്ചനെ എനിക്ക് വേണം. ആ പൂച്ചനെ ഞാൻ ഇങ്ങെടുക്കുവോ? നമ്മൾ അനാഥരാണ്, ഗുണ്ടകളെല്ലാം. നമ്മളെന്തായാലും മൈൻ ചെയ്യാനുള്ള പരിപാടി വെക്കല്ലേ. ഞാൻ കുറേ നേരമല്ലേ മൈൻ 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 എന്ന് പറയുന്നത്. ഗൈസ്, എനിക്ക് മൈൻ എന്ന് പറയാൻ മൈൻഡ് ക്രാഫ്റ്റ് ഉള്ളൂ. ഗൈസ്, നിങ്ങൾക്ക് ആരൊക്കെ ഉള്ളൂ? വേണ്ട, ജെൻസിന് വരണ്ട. എൻ്റെ ഗേൾ ഫ്രണ്ടിനോട് മിണ്ടുന്നില്ല എന്നിട്ട് വരണ്ട കമൻറ്റ് ബോക്സിൽ. എനിക്ക് അവരെ ജെൻസിക്കാർ ഇന്നെന്ത് കമൻറ്റ് ഇട്ടുണ്ട്. എനിക്ക് വിഷമവും എനിക്ക് സങ്കടവും. എന്തിനാ വെറുതെ എന്നെ സങ്കടിപ്പിക്കുന്നത്? നിങ്ങൾ കമൻറ്റ് ഇടരുത്. നിങ്ങൾ എൻ്റെ ഗേൾ ഫ്രണ്ടിനോട് മിണ്ടുന്നില്ല. എൻ്റെ ഗേൾ ഫ്രണ്ട് പിണങ്ങിപ്പോയി, എൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ വേറെ ബോയ് ഫ്രണ്ട് ഒന്നും പറഞ്ഞ് വരണ്ട. എനിക്കത് കേൾക്കണ്ട. അങ്ങനത്തെ ഒരു വർത്താനമേ എനിക്ക് കേൾക്കണ്ട. അയ്യ അമ്മേ, അത് എവിടുന്നാ തീ പിടിച്ച്? അയ്യോ, ഓടി കയറിയതിൻ്റെ ഉള്ളിലായിപ്പോയല്ലേ ഈശ്വര. ഇനിയിപ്പോൾ എന്താക്കണോ? ഓ കഴിവേറി. ഓക്കെ. ഓ ആശയായി നാളമിന്നുണ്ടോ, കാക്കും കരയും കാക്കും വീരനേതോ. ഗൈസ്, എനിക്ക് മടുത്ത് ഗൈസ്. ഞാനൊരു കാര്യം ചെയ്യുമ്പോ ഒന്ന് തോന്നെടുത്തു. ഇതേ ഉണ്ടാക്കാമല്ല. എന്തായാലും ഇതൊന്നും ആയിരുന്നില്ല അങ്ങോട്ട്. ഹായ് ഗൈസ്, എനിക്ക് വീടില്ല. എൻ്റെ അടുത്ത് വരാൻ നിനക്ക് ധൈര്യമുണ്ടോടാ ക്രീപ്പറേ? എൻ്റെ അടുത്ത് വരാൻ നിനക്ക് ധൈര്യമുണ്ടോടാ ക്രീപ്പറ? എൻ്റെ മുന്നിലൊന്ന് ഡാൻസ് കളിക്കുന്നവിടാ നീ. അവിടെ നിൻ്റെടാ. ഓക്കെ ഗൈസ്, നമ്മൾ കുറച്ച് ആഴത്തിലേക്ക് ഇറങ്ങാൻ പോവാണ്. ആർക്കെങ്കിലും പേടിയുണ്ടെങ്കിൽ നിർത്തിക്കോട്ടോ. ആരെങ്കിലും പേടിയുണ്ടെങ്കിൽ നിർത്തിക്കോളാം. സോ ഗൈസ്, നമ്മളെന്തായാലും ഇനി ഇതിൻ്റെ അടിത്തട്ട് കണ്ടിട്ട് നമ്മൾ ഇനി ഇറങ്ങുള്ളൂ. സോ നമ്മൾ കുളിക്കാൻ പോകട്ടോ. കുളിക്കൂ. നമ്മൾ കുളിക്കാൻ പോകണം ഗൈസ്. നമുക്ക് കുളിക്കാൻ സാധനങ്ങൾ വേണം. ടോർച്ച് വേണം. ടോർച്ചില്ലെങ്കിൽ നമുക്ക് ലൈറ്റുകൾ കിട്ടത്തില്ല. നമുക്ക് ലൈറ്റ് കാണത്തില്ല. സോ നമ്മൾ കുളിക്കാൻ പോകുന്നു ഗൈസ്. ഓർക്കുന്നു. ഓക്കെ. അയ്യോ, ഞാൻ ഇവിടെ വരെ കഷ്ടപ്പെട്ട് എത്തിയതാണ് സുഹൃത്തുക്കളെ. ഞാൻ കുറേ സോംബികളെയും കുറേ ക്രീപ്പറുകളെയും കൊന്നിട്ടാണ് ഞാൻ ഇവിടെ വരെ എത്തിയത്. ഞാൻ ക്രിയേറ്റീവ് മോഡ് ഇട്ടിട്ടില്ല. എനിക്കതിൻ്റെ ആവശ്യവുമില്ല. ഓക്കെ. സത്യം പറഞ്ഞാൽ എനിക്ക് മടുത്തതാട്ടോ. എനിക്ക് പെട്ടെന്ന് ഇന്ന് മടുക്കും. എന്താ അറിയില്ല. സോ നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ ക്രിയേറ്റീവിലിടാതെ ഞാൻ സർവൈവൽ ഇട്ടിട്ട് തന്നെ ഞാൻ എന്താക്കും. ഞാൻ ഇപ്പോൾ പിന്നെ ഫസ്റ്റ് ടൈം അല്ലേ. സോ അതുകൊണ്ട് കേട്ടോ, നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ സർവൈവലിട്ട് ചത്താലും കുഴപ്പമില്ല. ഗൈസ്, ഇതിപ്പോഴത്തെ സംഭവിച്ചത്? ഇത് നമ്മൾ കുഴിച്ചു വന്ന സ്ഥലോ? എന്നൊക്കെ മനസ്സിലായില്ലേ? സംഭവം മനസ്സിലായില്ലേ? സംഭവം മനസ്സിലായി നിങ്ങൾക്ക്? ചേട്ടാ, അതാണോ ഇപ്പം അതിൻ്റെ അവസാനോ? ഞാൻ കണ്ടതാണോ അതിൻ്റെ അവസാനോ? ചേട്ടാ, നിങ്ങളൊന്നൊരു ഇവൻ്റ് ചെന്ന് നോക്കിട്ടാ. ഞാൻ മൈൻക്രാഫ്റ്റിൻ്റെ അവസാനം കണ്ട്. അമ്മേ, ഞാൻ ആ ഷോക്കൊന്നും പോകുന്നില്ല ഗൈസ്. മുകളിൽ ആകാശമില്ലേ, അതേപോലെ താഴെ ഞാൻ കണ്ട്. നിങ്ങൾ കണ്ടില്ലേ? അത് നിങ്ങൾ കണ്ടില്ല. ഞങ്ങൾ കണ്ടു എന്ന് പറയും. ബാക്കിലുണ്ടിട്ട് നമ്മളൊന്ന് അപ്പുറത്തേക്ക് പോയി നോക്കി. ആ വീഡിയോ എങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് അറിയില്ല. ക്ഷമിക്കണം. ഞാൻ കണ്ട അതിൻ്റെ അവസാനം ഞാൻ കണ്ട്. ഏട്ടാ, അത് അങ്ങനെ മൈൻക്രാഫ്റ്റിന് അങ്ങനെ അവസാനം ഉണ്ട് ഗൈസ്. കുഴിച്ചു പോകുമ്പോ അങ്ങനത്തെ എൻ്റെ പറയിട്ട എനിക്കറിയാൻ പാടില്ല. എന്താണ് നല്ല വ്യൂ ഗൈസ്. എനിക്കിതാണ് മൈൻക്രാഫ്റ്റിന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വ്യൂ ആണ് ഗൈസ്. ഓ, എന്ത് രസാല്. അടുത്ത വില്ലേജ്. നല്ല കുഴപ്പമില്ലാത്ത വില്ലേജ് ആണല്ലോ.
കുഴപ്പമില്ല കുഴപ്പമില്ല, സാധനങ്ങളൊക്കെ ഉണ്ട്. ഏ ഇതെന്ത് പറഞ്ഞതല്ലേ, അല്ല ഫർണാവല്ലേ ഇത്? ഈ കോളിട്ടാല് വേവത്തില്ല. എടാ ഇതിലെന്താ ഇടേണ്ടതെന്ന് കമന്റ് ചെയ്യണേ. ഞാൻ കോളൊക്കെ ഇട്ട് നോക്കി കത്തുന്നില്ല, എന്താ കത്താത്തെ? ഇതോട്ടെ. സോ ഗൈസ്, അത്യാവശ്യം എന്നാലും ഞാൻ നേരത്തെ കണ്ട കാഴ്ച ഗൈസ്, ശരിക്കും ഇത് ഇങ്ങനെ കുഴിച്ചു പോയ അടിയിലൊരു അവസാനമുണ്ട്. ആഹാ ആഹാ, ലെതറിന്റെ മറ്റേ സാധനമൊക്കെ ഉണ്ടല്ല, കുറച്ച് റിച്ചാണെന്ന് തോന്നുന്നു കേട്ടോ. റിച്ചാണെന്ന് ബ്രോയി സ്റ്റാൻഡൊക്കെ ഉണ്ടല്ലോ, റിച്ചാണ്. പക്ഷെ എന്നാലും നമുക്ക് അടുത്ത വില്ലേജ് അപ്പിൽ പോവാം. നമ്മളെന്തായാലും എടാ, എനിക്ക് ഓഷ്യൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരു ബീച്ച് പേഴ്സൺ ആണ്. ഹായ് ഹായ്, എന്ത് രസമല്ലേ, നല്ല രസമുണ്ടടാ മൈൻക്രാഫ്റ്റ്. നമുക്കിനുള്ള ഉപയോഗം. എന്നാലും നേരത്തെ കണ്ട കാഴ്ച എൻ്റെ കണ്ണിൽ ഇപ്പോഴും ഉണ്ട് ഗൈസ്. എനിക്കിങ്ങനെ ക്രീപ്പറെ മാറിയിട്ടുണ്ട് ഗൈസ്, നല്ല രസമുണ്ടല്ലേ ഗൈസ്. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. ഇതിന് അവസാനം ഉണ്ടോന്ന് കമന്റ് ചെയ്തിട്ടോ ഗൈസ്. മൈൻക്രാഫ്റ്റിന് അവസാനം ഉണ്ടെന്ന് എനിക്കറിയാൻ പാടില്ലായിരുന്നു കേട്ടോ. ഈശ്വര, മൈൻക്രാഫ്റ്റിന് അവസാനം എൻഡർമാനെ ഞാൻ കൊന്നിരിക്കും. നമുക്കൊന്ന് എൻഡർമാനെ കൊല്ല. ഞാൻ ആ മറ്റേതിലായിപ്പോയി. എൻഡർമാൻ എവിടെ 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 എൻഡർമാൻ എവിടെ? കൊന്നോ? കൊന്നു തോന്നുന്നു, അല്ല ചാടിപ്പോയി പോട്ടെ. സോ ഗൈസ്, നമുക്ക് വെളിച്ചം പറഞ്ഞാൽ നമ്മൾ പുറത്തെത്തി. നമ്മൾ പുറത്തെത്തി. എനിക്ക് നെതറിൽ പോകണം കേട്ടോ. മേ ബി അടുത്ത വീഡിയോ നമ്മൾ നെതറിൽ പോകുന്നതായിരിക്കും. നെതറിലും പിന്നെ നമ്മൾ എൻഡർ ഡ്രാഗനെ കൊല്ലണം. എന്തൊക്കെ പരിപാടി ഉണ്ട്. ഓഷ്യൻ ഇസ് സച്ച് എ ബ്യൂട്ടിഫുൾ തിങ്, ഈ ഓഷ്യൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. പക്ഷെ എനിക്ക് നീന്താൻ അറിയില്ല, എനിക്ക് വെള്ളം പേടിയാണ്. പക്ഷെ ബീച്ചിൽ പോയാൽ എനിക്കതൊക്കെ ഞാൻ മറക്കും. നീന്തൽ അറിയില്ല എന്നുള്ളതും ഞാൻ മറക്കും ചിലപ്പോൾ. ഇതേതാ സ്ഥലവും ചേട്ടാ, കളറ് മാറിയടാ, കണ്ടാ ഈ വെള്ളത്തിനടിയിൽ നല്ല രസമുണ്ട്. എടാ, കളറ് മാറിയില്ലേ? ഇത് ഇപ്പം എൻ്റെ കണ്ണൻ്റെ കുഴപ്പമാണോ? എനിക്കറിയാൻ പാടില്ലിട്ടത് എൻ്റെ കണ്ണൻ്റെ കുഴപ്പമാണോന്ന്. ശയ്യോ, നല്ല രസമുണ്ട് കേട്ടാ. നമുക്ക് മേലത്തിൻ്റെ ഉള്ളിൽ പോയി ഇരിക്കുക. ഞാൻ കുറേ എഡിറ്റ് ചെയ്യാണ്ടെങ്കിൽ അതിൻ്റെ മുകളിലായിട്ട് കാലും കയറ്റി വെച്ചിരിക്കുന്നത് ഇരിക്കാൻ പറ്റുമോ? പറ്റത്തില്ലേ? പോട്ടെ ഗൈസ്. ഹായ് ഗൈസ്, ഇത് വില്ലേജ് ഇറക്കുന്നത് എങ്ങനെയാ സോംബിന്റെ വേഷത്തില്? ഗൈസ്, ഇത് ഹോണ്ടഡ് ആണോ? ഹോണ്ടഡ് വില്ലേജ് ഗൈസ്. ഞാൻ ഹോണ്ടഡ് വില്ലേജ് കണ്ടു. നിങ്ങൾ അടുക്കണം അങ്ങനത്തെ വില്ലേജ് എനിക്കറിയാൻ പാടില്ലട്ടാ. കറക്റ്റ് ഹോണ്ടഡ് ആയിട്ടുണ്ടല്ലേ. അതാ പിന്നെ സോംബി വില്ലേജർ. എടാ, ഹോണ്ടഡ് വില്ലേജറാ. എടാ സീനി, ഹോണ്ടഡ് വില്ലേജ് കണ്ട് മൈൻക്രാഫ്റ്റ് അവസരം. എടാ, ഇന്നത്തെ പന്തിക്കുട്ടികളെ തമ്പി അമ്മീൻ്റെ കളറൊക്കെ മറിയുന്നാട്ടാ. Ocean, oh my god, water, oh my god, oh my shell. Guys, ഈ തൂക്കുകളൊക്കെ എനിക്കിഷ്ടാട്ടോ, തൂക്കുന്നവൾക്ക്. വാവ്, നമ്മളിപ്പോൾ എങ്ങോട്ടാ പോകുന്നത് എനിക്കറിയില്ല. എന്തായാലും നമ്മൾ കുറച്ച് തൂക്കുകൾക്കൊക്കെ വെച്ചിരിക്കുന്നു. തൂക്കുന്നവൾക്ക് എവിടെയാണോ പോകുന്നത്? പക്ഷെ എനിക്കിഷ്ടാട്ടോ, ഞാൻ ഡീപ്പർ ഇങ്ങനെ ഇതിലൊക്കെ പോകാനായിട്ട് നല്ല രസമുണ്ട്. നമ്മൾ പണ്ടേ ഈ മൈൻ KGFന്റെ ആൾക്കാരാണ്. ശരിക്കും KGF കണ്ടിട്ട് എനിക്ക് ഇഷ്ടമായില്ലേ? KGF ഇഷ്ടമായില്ലേ? ധീരാ ധീര ധീര ധീരാ ഈ സുൽത്താനാ. ഇവേ ഈ തൂക്കുന്ന ആൾക്ക് ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുവെക്കും, ഉറപ്പാ. എന്തായാലും ഞാൻ പുതിയ വേൾഡ് എടുത്ത് പുതിയ വില്ലേജൊക്കെ തുടങ്ങാൻ പോയി. ഈ വേൾഡ് എനിക്ക് ഇഷ്ടമായില്ല, സത്യം പറയാലോ. സോ വാവ്, ഇത് വേറെ വില്ലേജാ. എടാ, ഈ ഏരിയ മൊത്തം ഹോണ്ടഡ് വില്ലേജാ തോന്നുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നേരത്തെ ഒരു ഹോണ്ടഡ് വില്ലേജ് ഉണ്ടേനു. കയറി നോക്കാല്ലേ അല്ലേ? കയറി നോക്കാം. ഓക്കെ, ഈ ഏരിയ മൊത്തം ഹോണ്ടഡ് വില്ലേജ് ഗായ്സ്. നിങ്ങൾ ഹോണ്ടഡ് വില്ലേജ് ഇതിനു മുമ്പ് കണ്ടുകൊണ്ട് കമന്റ് ഇടണേ. മോനെ, എടാ ഇതൊക്കെ ഉണ്ട്. എടാ സീൻ, ഇത് നല്ല റിച്ച് വില്ലേജാണ്, പക്ഷെ ഹോണ്ടഡ് ആയിപ്പോയി.
ഐ മീൻ എന്താ പറയാ, ആ ആളൊഴിഞ്ഞു പോയി അത്ര തന്നെ. അല്ല പിന്നെ അവിടെ ആ സീന് കേട്ടാ ഹോണ്ടഡ് സീന്. എടാ ഞാൻ അതിലൂടെ ഞാൻ കാര്യമായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ വേറെ ആൾക്കാർ വീഡിയോസിൽ ഞാൻ ഇങ്ങനെ ഹോണ്ടഡ് ആയിട്ടുള്ള മാരിക്കണ്ടോ മനവിടുന്ന് ഹോണ്ടഡ് ആയിട്ടുള്ളതൊന്നും ഞാൻ കണ്ടിട്ടില്ല. അമ്പ സീന് സാധനം. സോ ഗൈസ്, നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എഡിറ്റ് ചെയ്യാവില്ല, ലുക്കില്ലെന്നേ ഉള്ളൂ, ഭയങ്കര ബുദ്ധിയാ. സോ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വരുന്നവരെ ബൈ ബൈ. എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോന് വേണ്ടി കാത്തിരിക്കുക. ഓക്കെ, ബൈ ബൈ ബൈ.